നമ്മൾ ഇന്ന് ഒരു എ ലൈൻ ഫ്രോക്കാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള താഴെ ഫ്രില്ല് വെച്ചിട്ടുള്ള ഒരു എ ലൈൻ ഫ്രോക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇത് ഓണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഇതെങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളത് നോക്കാം. ഷോൾഡറൊക്കെ സാധാരണ നമ്മൾ എടുക്കുന്നത് പോലെ തന്നെ, സാധാരണ കുർത്തിക്ക് മെഷർമെൻറ്റ് എടുക്കുന്നത് പോലെ തന്നെ ഇവിടെ 15 ഇഞ്ചാണ് ഷോൾഡർ. അപ്പോൾ ഞാനതിൻ്റെ ഹാഫ് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. അവിടുന്ന് താഴേക്കും അതുപോലെ തന്നെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതാ ഇവിടെ നിന്ന് വെച്ചിട്ട് ഇത് കറക്റ്റ് ആണോ നോക്കുക. ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെയും നമ്മളൊരു 7.5 മാർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഇത് തുണി 4ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. ബാക്ക് ഓപ്പൺ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഒരുമിച്ച് തന്നെയാണ് ബാക്കും ഫ്രണ്ടും ഇട്ടിട്ടുള്ളത്. ഇത് നമ്മളൊരു 18 ഇഞ്ച് വീതിയിലാണ് കേട്ടോ തുണി മടക്കിയിട്ടിരിക്കുന്നത്. എങ്കിലും നമുക്കറിയാം ഒരു ചെറിയ അമ്പർല പോലെ ചെറുതായിട്ട് ഇങ്ങനെ നല്ല വിരിവിൽ കിടക്കുമല്ലോ. ഒരു 17 ഇഞ്ചിൽ കൂടുതൽ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. കൂടുതൽ വിരിവ് വന്നാലും അതത്ര ഇതുണ്ടാവില്ല, അങ്ങനെ സൈഡൊക്കെ ഭയങ്കര ഇതായിട്ട് കിടക്കും. ഒരു 17 ഇഞ്ചൊക്കെയാണ് ഞാൻ താഴ്ഭാഗം കൊടുക്കാറുള്ളൂ. അപ്പോൾ നമുക്കിത് ആം ഹോള് കറക്റ്റ് ആക്കാം. ഫസ്റ്റ് തന്നെ 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി കൊടുക്കണം. ഇവിടുത്തെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് 36 ഇഞ്ചാണ്. അപ്പോൾ 36-ൽ ഒരു 36 എന്ന് പറയുമ്പോൾ 9 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ ലൂസിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് ആഡ് ചെയ്ത് 10 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി സീം അലവൻസ് ആയിട്ട് നമുക്ക് 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആം ഹോള് വരച്ച് ആം ഹോളും കൂടെ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ആം ഹോൾ കർവ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് 1.5 ഇല്ല എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, അത് കുട്ടികൾക്കുള്ളതാണ്. ഇതാ ഇനി നമുക്ക് ഈ ആം ഹോൾ ഒന്ന് അളന്ന് നോക്കാം. നമുക്ക് 15.5 ഇഞ്ച്, അതായത് 7.25 ഇഞ്ചാണ് കിട്ടേണ്ടത്. ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ചിനും കൂടെ വേണം. അപ്പോൾ ഇതാ നമുക്കിവിടെ 7.25 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ്ങിനും കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ നമ്മുടെ 1/2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒരു 1/2 ഇഞ്ച് പോകും. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ടോട്ടൽ കിട്ടിയിരിക്കുന്നത് ഇതാ 8.25 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടില്ലേ, ഷോൾഡർ നോക്കുക, ചിലരുടെ ആം ഹോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഷോൾഡറിന് എടുത്ത അതേ മെഷർമെൻറ്റ് തന്നെയാണ് ശരിക്കും നമ്മൾ സ്റ്റിച്ചിങ്ങിന് എടുക്കുക. ചിലർക്ക് മാത്രമേ അത് വ്യത്യാസം വരുള്ളൂ. ഇവിടെ ഇപ്പോൾ 7.5 എടുത്തപ്പോൾ തന്നെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് വേസ്റ്റ് ആണ്. 13.5 ഇഞ്ചാണ് നമ്മൾ വേസ്റ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ വേസ്റ്റ് വന്നിട്ട് 32 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 ഭാഗം എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ ഇവർക്ക് അധികം ലൂസ് ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ അതേ 8 ഇഞ്ച് തന്നെ കൊടുക്കുന്നുള്ളൂ, കൂടുതലൊന്നും കൊടുക്കുന്നില്ല. ചിലപ്പോൾ വിചാരിക്കും ഇത് കിടക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊന്നും വരാറില്ല. കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇടാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തു. ഇനി നമ്മൾ ഹിപ്പ് മാർക്ക് ചെയ്യാണ്. ഹിപ്പ് നമ്മൾ 21 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 21 ഇഞ്ചിൽ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് വരുന്നത് 38 ഇഞ്ചാണ്, അതായത് 9.5 ഇഞ്ച്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ എ ലൈനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു 10.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എ ലൈൻ ആയതുകൊണ്ട് തന്നെ ഇത് മാർക്ക് ചെയ്യണമെന്നില്ല.
നല്ല ഇവിടുത്തെ ആ ഷേപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് മാർക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് ആ ഷേപ്പിൽ ഈ ഹിപ്പ് ലൈൻ വരെ നമുക്ക് ഷേപ്പിൽ കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ അത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വരയ്ക്കുന്നതും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നമ്മളിവിടെ ഹിപ്പ് മാർക്ക് ചെയ്തിരിക്കണം. എന്നാലാണ് ആ ഹിപ്പിൻ്റെ അവിടെ വരെ നമ്മൾ കറക്റ്റ് മെഷറിൽ അടിച്ചാലാണ് അത് നല്ല ഷേപ്പിൽ കിടക്കുള്ളൂ. ഇനി നമ്മളിവിടെ താഴ്ഭാഗത്ത് ലെങ്ത്ത് പറഞ്ഞില്ലായിരുന്നു അല്ലേ? ലെങ്ത്ത് വന്നിട്ട് 41 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ ലൈനിങ് ക്ലോത്ത് 39 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞല്ലോ 17 ഇഞ്ചിലാണ് ഞാൻ കൊടുക്കാറ്. 17 ഇഞ്ച് 17 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 16 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നിന്നൊരു 3 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യാം. ഇത് നമ്മൾ വിചാരിക്കും എന്തിനാ ഇത്ര അധികം വേണ്ടത്, ഒരു 1.5 ഇഞ്ച് കൊടുത്താൽ പോരെ, 2 ഇഞ്ച് കൊടുത്താൽ പോരെ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആ ഫ്രില്ലും കൂടെ വന്നു കഴിയുമ്പോൾ ഇത് ഈ സൈഡ് ഭാഗം നമുക്ക് ചില ഉടുപ്പിനെ കണ്ടിട്ടില്ലേ താഴത്തേക്ക് ഞാന്ന് കിടക്കുന്നത്, ഇങ്ങനെ ഒരു സൈഡ് മാത്രം അങ്ങനെ ഞാന്ന് കിടക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 3 ഇഞ്ച് മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കിടന്നോളും. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇതാ ഇങ്ങനെ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ലൈനാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, അതേ സ്റ്റിച്ച് ചെയ്ത് വരുന്ന ലൈനാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതുവരെയാണ് ശരിക്കും നമ്മുടെ ഷേപ്പ് വരുന്നത്. കണ്ടോ, ഈ ഹിപ്പ് ലൈൻ വരെ. ഇത് നമ്മൾ ഇതേ ലൈനിൽ കൂടെ തന്നെ വേണം. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ പോയിന്റ് ചെയ്ത് ചെയ്യരുത്. ഇവിടെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വരെ അടിച്ചു നിർത്താം. ഇനി നമുക്കിതാ സീം എലവൻസിന്റെ ഭാഗം നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. ഇനി ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ഈ പോയിന്റിലേക്ക് വരച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മളിവിടെ ഹിപ്പ് ലൈൻ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ ഇത്ര അധികം സീം എലവൻസ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചു പോകുന്നവരുണ്ട്. ഇതാ ഇങ്ങനെ. അപ്പൊ ഇത്രയും ഭാഗം നമുക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ലൂസ് വരും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാം. ഇനി കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുക. ഇവിടെ ലൂസ് വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 1/2 ഇഞ്ചും കൂടെ ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ചിൽ കൂടുതൽ കൊടുക്കണ്ട, 1.5 ഇഞ്ചിൽ കൂടുതൽ അവിടെ ലൂസ് കൊടുക്കരുത്. അപ്പോഴവിടെ ഇങ്ങനെ ഭയങ്കര ലൂസായിട്ട് കിടക്കും, അത് വൃത്തികേടായിരിക്കും. ഇതാ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടുന്ന് പിന്നെ വരുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെ ഇവിടുന്ന് ചേർത്ത് ഇവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടു കൊടുത്താൽ മതി. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ് ലൈൻ കാണുന്നുണ്ടോ നിങ്ങൾ? ഒരു മിനിറ്റ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു പോകാം. അല്ലാതെ ഇതേ രീതിയിൽ തന്നെ താഴത്തേക്ക് തയ്ക്കരുത്. ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് മാറി ഇങ്ങനെ ഇങ്ങനെ വേണം തയ്ച്ചു പോകാനായിട്ട്. താഴത്തേക്ക് അത്രയും രീതിയിൽ തയ്ക്കരുത്. താഴത്തേക്ക് വരുംതോറും നമ്മുടെ സീം എലവൻസ് കുറഞ്ഞു വരണം. ഇത്രയേ ഉള്ളൂ ഇതിന്റെ മാർക്കിങ്. ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്താനുണ്ട്. ഇപ്പൊ നെക്ക് നമ്മൾ എന്താ പറയാ ക്യാൻവാസ് വെക്കുന്നുണ്ട്. അപ്പൊ ക്യാൻവാസ് വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ നെക്ക് കട്ട് ചെയ്യാതെ ക്യാൻവാസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിനെ എങ്ങനെ മാർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്കിന്റെ വിഡ്ത്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. ഞാനിവിടെ ബാക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നതും 3 ഇഞ്ചിലാണ്. കാരണം ഫ്രണ്ട് ഞാൻ വി ആണ് ചെയ്യുന്നത്.
അതുകൊണ്ടാണ് ഞാനിവിടെ 3 ഇഞ്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്ക് കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ ഇത് ഇപ്പോഴത്തെ റെഡിമെയ്ഡിനൊക്കെ കണ്ടിട്ടില്ലേ, ബാക്ക് നെക്ക് അധികം വല്ലാണ്ട് അങ്ങനെ ഇറക്കുന്നില്ല. ഇതാ ആ 3 ഇഞ്ച് നമ്മളൊരു ബോക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ഞാനിത് ക്യാൻവാസ് വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഫ്രണ്ട് പോർഷൻ എന്ന് പറയണത് ഇതാ വി നെക്ക് ആയതുകൊണ്ട്, മറ്റുള്ള നെക്കൊക്കെ വരുമ്പോൾ 5.5 അത്ര ഹൈറ്റ് ഉള്ള ആളാണെങ്കിൽ മാത്രം 6. ഞാൻ മാക്സിമം 5.5 മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ, വല്ലാണ്ട് ഇറക്കി തയ്ക്കാറില്ല. 5.5ഒക്കെയാണ് നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇതാ വി നെക്ക് ആയതുകൊണ്ട് ഞാനൊരു 6.5 മാർക്ക് ചെയ്യുന്നുണ്ട്. 6.5 ഇഞ്ച്. നോർമൽ 5.5 എടുക്കാറ്, 1 ഇഞ്ച് കൂട്ടുന്നുണ്ട്. കാരണം വീനെക്ക് തയ്ച്ചു വരുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഇതാ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇടുങ്ങിയിട്ടാണ് വരിക. അപ്പോൾ കയറി നിൽക്കുമ്പോൾ അതൊരു വൃത്തിയില്ല. അപ്പോൾ ഇത് നമ്മൾ ഇതാ ഇതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ 7.25 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹാഫ് അടയാളപ്പെടുത്തി കൊടുക്കുക. 7 എന്ന് പറയുമ്പോൾ 3.5, ഒരു പോയിന്റും കൂടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഞാൻ അങ്ങനത്തെ വി ആണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നെക്ക് ഇതിനകത്ത് കട്ട് ചെയ്യുന്നില്ല, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാനൊന്ന് വരച്ചു തന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ നെക്കിൻ്റെ അളവ്. അപ്പോൾ നമുക്ക് ക്യാൻവാസ് വെക്കുമ്പോൾ ഇവിടെ നിന്നൊരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീങ്ങും. ഇത് നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു നോച്ചിട്ട് കൊടുക്കുക. ഇവിടെ നിന്ന് വേണം എന്നിട്ട് നമ്മൾ ക്യാൻവാസ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ 2 സൈഡും കറക്റ്റായിട്ട് നമുക്ക് നിൽക്കും. ഇതാ ഇവിടെ ഒരു 1/2 ഇഞ്ച് ക്യാൻവാസിന് പോകും. അപ്പോൾ ക്യാൻവാസ് വെക്കുന്നത് ഇതേ അളവിലായിരിക്കണം. അപ്പോൾ ഈ 1/2 ഇഞ്ച് ഇവിടെ മാറും, ഇവിടെയും ഒരു 1/2 ഇഞ്ച് മാറും. അപ്പോൾ ഈ സെൻറ്റർ പോയിന്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് ഇവിടേക്ക് ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നെക്കിൻ്റെ അകലം കറക്റ്റ് ആയിരിക്കും. അല്ലാതെ നമ്മൾ മൊത്തം കട്ട് ചെയ്തിട്ട് വെക്കുമ്പോൾ അളവുകൾ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾക്ക് ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാൻവാസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ഈ പീസ് കട്ട് ചെയ്തെടുക്കാം. നോക്കുക, ക്യാൻവാസ് വെക്കുമ്പോൾ ഒരിക്കലും നമ്മൾ നെക്ക് കട്ട് ചെയ്യരുത്. അതുപോലെ ഇതിൻ്റെ സെൻറ്റർ പോർഷന് നമ്മളൊരു നോച്ചിട്ട് കൊടുക്കണം. അത് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇതാ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ട് മാർക്ക് ചെയ്യണം. ഇതെല്ലാം നോർമലി നമ്മൾ ചുരിദാർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. എ ലൈൻ്റെ ഹിപ്പ് ലൈൻ വരുമ്പോൾ ആ ഭാഗം മാത്രമാണ് നമ്മളൊന്ന് കറക്റ്റ് ശ്രദ്ധിക്കേണ്ടത്. ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുക ഫ്രണ്ട് ആം ഹോൾ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ നമ്മൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും തമ്മിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു പിൻ ചെയ്ത് വെക്കുക, അളവുകൾ മാറിപ്പോകാതിരിക്കാനായിട്ട്. അതുപോലെ തന്നെ ബാക്ക് പീസിലേക്കും നമ്മൾ എടുത്തിരിക്കുന്ന ആ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി എടുത്തിരുന്നു, അത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഇത് ഫ്രില്ലിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 41 ഇഞ്ചായിരുന്നു ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്. അപ്പോൾ നമ്മൾ ഒരു 7 ഇഞ്ചിലാണ് ഇതിന് താഴത്തേക്കുള്ള ഇതിട്ട് കൊടുക്കുന്നത്, ഞൊറിവ് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ 7 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 41-ൽ നിന്ന് 7 ഇഞ്ച് മൈനസ് ചെയ്യാം. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 34 ഇഞ്ചാണ് കിട്ടുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ലൈനിങ്ങിലല്ല, ലൈനിങ്ങിൽ നമ്മൾ സാധാരണ എടുക്കുന്നത് പോലെ തന്നെയാണ് എടുത്തത്. ഇനി മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ അളവ് ശ്രദ്ധിക്കേണ്ടത്.
ഇപ്പോൾ നമുക്ക് മെയിൻ ക്ലോത്തിൽ മോൾ ഭാഗം നമുക്ക് ഈ 34ന്റെ കൂടെ 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്യണം. മുകളിലും താഴെയും 1/2 ഇഞ്ച് വെച്ച് പോകും. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് നമ്മൾ അങ്ങനെ 1 ഇഞ്ചാണ് നമ്മൾ അതിനോട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്ത് എടുക്കുമ്പോൾ 35 ഇഞ്ചിലാണ് മെയിൻ ക്ലോത്ത് നമ്മൾ എടുത്തു കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഫ്രില്ല് വെക്കാനായിട്ട് 7 ഇഞ്ച് എടുക്കണം എന്ന് പറഞ്ഞല്ലോ, അതിനോടും 1 ഇഞ്ചും കൂടെ നമ്മൾ ആഡ് ചെയ്ത് 8 ഇഞ്ചിലാണ് നമ്മൾ എടുത്തു കൊടുക്കേണ്ടത്. ഫ്രില്ലിന് വേണ്ടിയിട്ട് 8 ഇഞ്ച് എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ മെയിൻ ക്ലോത്ത് 35 ഇഞ്ചുമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതെങ്ങനെയാ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം നമ്മളിത് മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ അളവൊക്കെ നോക്കി നമ്മൾ ഇത് വെച്ച് കൊടുക്കുക. ഇതാ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, 3.5 ഇഞ്ചിൻ്റെ നോച്ച് നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ, ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആം ഹോളും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. 35 ഇഞ്ചിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ, ഈ താഴ്ഭാഗത്ത് വരുമ്പോൾ ഇതുപോലെ തന്നെ ഒരു 3 ഇഞ്ച് നമ്മൾ ലൈനിങ്ങിന് 3 ഇഞ്ച് കയറ്റി മുറിച്ചല്ലോ, അതുപോലെ തന്നെ ഇവിടെയും 3 ഇഞ്ച് കയറ്റി വേണം മുറിച്ചെടുക്കാൻ. കണ്ടോ, ഈ 3 ഇഞ്ച് താഴ്ഭാഗത്ത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് കട്ടിങ് വരേണ്ടതുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ മെയിൻ ക്ലോത്ത് ഈ ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത പോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ കർവായിട്ട് വരച്ചെടുക്കണം. കണ്ടോ, ഈ മെയിൻ ക്ലോത്ത് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതിപ്പോൾ ഞാനൊരു സാരി, കസവ് സാരി വെച്ചിട്ടാണിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൈൻസ് ശരിക്ക് കുറുകനെയാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രോക്കിന് ഭംഗി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ലെങ്ത്തിൽ കട്ട് ചെയ്തതാണ്. മറ്റേപോലെ വെട്ടുകയാണെങ്കിൽ നമുക്ക് പ്ലീറ്റ്സിന് ഫ്രില്ലിടാനായിട്ടുള്ളത് ഈ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാമായിരുന്നു. ഈ ഭാഗത്താണ് നമ്മൾ ഫ്രില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രില്ല് ചെയ്യാനായിട്ട് നമുക്ക് എത്ര തുണി വേണമെന്ന് എങ്ങനെയാണെന്ന് നോക്കുകയെന്നറിയാം. ഇതാ ഇതിപ്പോൾ നമുക്കിവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു 17 ഇഞ്ചാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. 17 ഇഞ്ചാണ് നമുക്കിവിടെ താഴ്ഭാഗം വരുന്നത്. അപ്പോൾ നമ്മളതിനെ ഒരു 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 17നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 51 ഇഞ്ച് വരും കേട്ടോ. ഈ 51 ഇഞ്ചിൽ വേണം നമ്മൾ ഫ്രില്ല് ചെയ്യാനായിട്ട് തുണി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളത് മാർക്ക് ചെയ്യുന്നത് 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 7 ഇഞ്ചാണ് നമുക്ക് ഫ്രില്ല് വെക്കാനായിട്ട് വേണ്ടത്. 1/2 ഇഞ്ച് മുകളിൽ സീം അലവൻസ് ആയിട്ട് വേണം, 1/2 ഇഞ്ച് ഇവിടെ മടക്കി അടിക്കാനായും വേണം. അങ്ങനെ 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ ഒരു 20 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്നും താഴേക്ക് ഒരു 8 ഇഞ്ച് കൊടുക്കുക. ഒരു പീസും കൂടെ നമ്മളിപ്പോൾ ഇതിന് എക്സ്ട്രാ വേണം കേട്ടോ. 51 ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ 8 ഇഞ്ച് നീളത്തിൽ ഒരു 8 ഇഞ്ച് വീതിയിൽ ഒരു തുണി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പം നമ്മളിത് 8 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക. 51 ഇഞ്ച് വേണം. വല്ലാണ്ട് ഇരട്ടിയൊന്നും എടുക്കണ്ട. നമ്മൾ ഇതിന് ഞാൻ പറഞ്ഞല്ലോ ഒരു 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് നമുക്ക് എടുക്കാം. വല്ലാണ്ട് ഞെറി വേണമെന്നൊന്നുമില്ല. ഒരു മീഡിയം ലെവല് നമുക്ക് കാണി അകത്തിയിട്ട് അടിച്ചിട്ട് നമുക്കൊരു ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനത്തെ ഒരു 51 ഇഞ്ചിലാണ് നമുക്കിത് വേണ്ടത്. അത് നമുക്ക് ഫ്രില്ല് ചെയ്തെടുത്ത് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്യാൻവാസിൽ എങ്ങനെയാ നെക്ക് കട്ട് ചെയ്യാമെന്ന് കൂടെ കാണിച്ചു തരാം. നമ്മൾ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ നെക്ക് വിട്ട് ഞാനിവിടെ ക്യാൻവാസിൽ എടുക്കുമ്പോൾ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്.
താഴേക്ക് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 7 ഇഞ്ച്. ഇതിവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുകയാണ്. ഇപ്പം നമുക്ക് 7.25 ഇഞ്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. 7.25 ഇഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ 7ൻ്റെ 3.25 ഒരു പോയിന്റും കൂടെ ചേർത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക്, വി നെക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വരച്ച വരയിൽ കൂടെ നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇവിടേക്ക് ഒരു 1 ഇഞ്ചിൽ നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു പെൻ വെച്ച് ഇങ്ങനെ ഇത് കറക്റ്റാക്കി നിർത്തിയതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഹാഫ് അടയാളപ്പെടുത്തിയത് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് കർവ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്തത്. കണ്ടോ, ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും മുകളിലേക്കുമായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് പിൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ച് ഇത് കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻവാസ് നീങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ കുഴപ്പം വരില്ല. നമുക്കിപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ടത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതാ കണ്ടോ, ഇത് 2 സൈഡും കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ തെന്നി മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിത് ലൈനിങ് ക്ലോത്തിൽ അറ്റാച്ച് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ മാർക്ക് ചെയ്ത വശത്തല്ല നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഉൾവശത്താണ് ചെയ്യേണ്ടത്. ഉള്ളിലേക്ക് പോകുന്ന ആ ഭാഗത്താണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള അളവുകൾ നമുക്ക് കാണണമല്ലോ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇത് കറക്റ്റായിട്ട് വെക്കാനാണ് ഞാനിവിടെ മാർക്ക് ചെയ്യണമെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സെൻറ്റർ പോയിന്റ്. ഇതാ ഇവിടെ നമ്മൾ ഉള്ളിൽ അവിടെ മാർക്ക് ചെയ്ത് നമുക്കിവിടെ തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇവിടെ സെൻറ്റർ വന്നിട്ട്. അപ്പോൾ ഈ പോർഷൻ നമ്മളിങ്ങനെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ 3.5 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ക്യാൻവാസ് വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് വെക്കാം. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. സെൻറ്ററിൽ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇതും നമ്മളൊന്ന് പിൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിലാണ് ഇപ്പോൾ നമ്മുടെ ക്യാൻവാസ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് ഒന്ന് അയൺ ചെയ്തെടുത്തതിന് ശേഷം മെയിൻ ക്ലോത്തുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇത് നിങ്ങൾ അയൺ ചെയ്തെടുത്തതിന് ശേഷം മെയിൻ ക്ലോത്തിൽ വെച്ച് നെക്ക് ഇതിലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ഈ ക്യാൻവാസ് നിൽക്കുന്നുണ്ടല്ലോ, ക്യാൻവാസിൽ കയറ്റി അടിക്കരുത്. ക്യാൻവാസിൻ്റെ അരികത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത് മറച്ചടിക്കുക. ആ മറച്ചടിക്കുന്ന നേരത്ത് മാത്രമേ നിങ്ങൾ ഇതൊരു 1/2 ഇഞ്ചിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. 1/2 ഇഞ്ചിൽ
1/2 ഇഞ്ചോ ഒരു 1/4 ഇഞ്ചോ കൊടുത്താൽ മതി. അങ്ങനെ ഇത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് അടിച്ചെടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.